വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് അനുശ്രീ എന്നാണ്. മിസ്സിന്റെ 7ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾ എല്ലാവരും നല്ല സുഖമായിട്ട് ഇരിക്കുകയാണോ? അല്ലേ മക്കളെ? എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് മിസ് വിചാരിക്കുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ കെമിസ്ട്രിയിലെ തന്നെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്ററിലുള്ള കുറേ ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് ആ ചാപ്റ്ററിലുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ മെഗ്നീഷ്യം റിബൺ കത്തുന്ന റിയാക്ഷനും അതേപോലെ നമ്മുടെ കോപ്പർ സൾഫേറ്റിന്റെ റിയാക്ഷനും അങ്ങനെ കുറേ റിയാക്ഷൻസ് നിങ്ങൾ കുഞ്ഞു കുഞ്ഞു വീഡിയോസിലായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പൊ ഇത് അതുപോലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിട്ടാണ് ഇതാ മിസ് എത്തിയിട്ടുള്ളത്. ഒരു കുഞ്ഞു റിയാക്ഷൻ ആണ് മക്കളെ, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു റിയാക്ഷൻ ആണ്. അപ്പൊ ആ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ റിയാക്ഷൻ അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം. അപ്പൊ എന്താണ് ആ റിയാക്ഷൻ എന്ന് നിങ്ങൾ നോക്കിക്കേ. എന്താണ് റിയാക്ഷൻ ബിറ്റ്വീൻ ബേക്കിംഗ് സോഡ ആൻഡ് വിനെഗർ. വിനെഗറും ബേക്കിംഗ് സോഡയും തമ്മിലുള്ള റിയാക്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോണത്. എന്താണ് വിനെഗറും ബേക്കിംഗ് സോഡയും തമ്മിൽ റിയാക്ട് ചെയ്താൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അവിടെ എന്താണ് ഉണ്ടാവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് അറിയണ്ടേ നിങ്ങൾക്ക്? എന്താണ് അവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ നോക്കിക്കേ മക്കളെ, എന്താണ് വിനെഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീട്ടില് വിനാഗിരി അല്ലെങ്കിൽ നമ്മൾ സുർക്ക എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും. എന്താണ് നമ്മുടെ വിനെഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അമ്മയ്ക്ക് അച്ചാർ ഇടുന്ന സമയത്ത് നമ്മൾ അച്ചാറിലൊക്കെ ഒഴിച്ചു വെക്കുന്ന ഒരു സാധനം, അച്ചാർ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് ആര്? നമ്മുടെ വിനെഗർ അഥവാ നമ്മുടെ വിനാഗിരി എന്നൊക്കെ പറയുന്ന ആളല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ അത് രുചിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ വിനെഗർ എന്ന് പറയുന്നത് എന്തുകൂടെയാണ്? യെസ്, ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് അസെറ്റിക് ആസിഡ് ആണ് എന്ത്? നമ്മുടെ വിനെഗർ എന്ന് പറയുന്ന ആള് അഥവാ നമ്മുടെ വിനാഗിരി എന്ന് പറയുന്ന ആൾ എന്താണ്? അസെറ്റിക് ആസിഡ് ആണ് അല്ലെ. അസെറ്റിക് ആസിഡിനെയാണ് നമ്മൾ വിനെഗർ എന്ന് പറയുന്നത്. അച്ചാർ ഉണ്ടാക്കാനും അതുപോലെ മറ്റു ഐറ്റംസ് ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു വിനെഗർ ആണ്. നിങ്ങൾ അത് രുചിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും. നല്ല പുളി രുചിയുള്ള ആളാണ് അല്ലെ. നമ്മൾ ആസിഡ്സ് ആൻഡ് ബേസിസ് എന്നുള്ള ചാപ്റ്ററിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആസിഡിന് പുളി രുചിയാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ പുളി രുചിയുള്ള ഒരു അസെറ്റിക് ആസിഡ് ആണ് എന്താ നമ്മുടെ വിനെഗർ എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? എങ്കിൽ ഇനി അടുത്ത ആൾ ആരാ നോക്കിക്കേ. യെസ്, അതാണ് നമ്മുടെ ബേക്കിംഗ് സോഡ. എന്താണ് ബേക്കിംഗ് സോഡ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബേക്കിംഗ് സോഡ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, പിന്നെ ബേക്കിംഗ് സോഡ നമ്മൾ അപ്പക്കാരം എന്നൊക്കെ പറയൂലേ, ഫുഡ് കുക്ക് ചെയ്യാനും ഇതുപോലുള്ള കേക്ക് പോലെ ഐറ്റംസ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഈ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരിക്കും, രുചിച്ചു നോക്കിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി നോക്കാനുള്ളത്, നമ്മുടെ ഈ വിനെഗറും ഈ ബേക്കിംഗ് സോഡയും തമ്മിൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ, രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നല്ലേ നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ അത് നമുക്ക് നോക്കാം. നോക്കിക്കേ മക്കളെ, മിസ് ഇതവിടെ ഒരു ബീക്കറിൽ കുറച്ച് ബേക്കിംഗ് സോഡ നമ്മുടെ അപ്പക്കാരം മിസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അതിലേക്ക് കുറച്ച് വിനെഗർ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതവിടെ മിസ് ചിത്രത്തിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ആ ചിത്രം ഒന്ന് നോക്കിക്കേ. യെസ്, ബേക്കിംഗ് സോഡയിലേക്ക് മിസ് ഇതായി വിനെഗർ ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് പറഞ്ഞു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ നമുക്ക് കാണാൻ കഴിയും അവിടെ ഒരു ഹിസ്സിങ് സൗണ്ട്. എന്താണ് ഒരു ഹിസ്സിങ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നല്ല ഷ് നല്ല ഹിസ്സിങ് സൗണ്ട്, ഒരു പാമ്പൊക്കെ ചീറ്റുന്ന പോലെ ഒരു ഹിസ്സിങ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അത് മാത്രല്ല നിറയെ ബബിൾസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ഈ പിക്ചറിൽ നോക്കിക്കേ, ഇവിടെ നിറയെ ബബിൾസ് ഉണ്ടാവുന്നത് കണ്ടില്ലേ? അപ്പൊ ഒരു ഹിസ്സിങ് സൗണ്ടോട് കൂടി നിറയെ ബബിൾസ് ഇങ്ങനെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? യെസ്, ഇതാ ഇങ്ങനെ ബബിൾസിന്റെ രൂപത്തിൽ ഇങ്ങനെ പുറത്തോട്ട് വരുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അല്ലെ. ഏത് ഗ്യാസ് ആണത്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ വിനെഗറും ബേക്കിംഗ് സോഡയും കൂടെ തമ്മിൽ റിയാക്ട് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയിലേക്ക് നമ്മൾ വിനെഗർ ആഡ് ചെയ്തപ്പോൾ അവിടെ ഹിസ്സിങ് സൗണ്ടോട് കൂടി പുറത്ത് വന്ന ഗ്യാസ് ഏതാണ്? യെസ്, ഇറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ് പുറത്ത് വന്നത്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇതാ ഒരു ഫണലില് ഒരു ബീക്കറിൽ മിസ് ഇതാ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഒരു ഫണലില്. ഇനി അതിലേക്ക് മിസ് ഇതാ കുറച്ച് വിനെഗർ ആഡ് ചെയ്തിട്ടുണ്ട്. വിനെഗർ ആഡ് ചെയ്ത സമയത്ത് നമുക്ക് എന്താ അറിയാം? അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവില്ലേ? അവിടെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവും. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ആ ഫണലിന്റെ മൗത്ത് ഭാഗത്ത് ഒരു ബലൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബലൂണിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വന്ന് നിറഞ്ഞ് ആ ബലൂൺ ഇങ്ങനെ വീർത്ത് വരുന്നതായിട്ട് കാണാം അല്ലെ. അപ്പൊ ഇതൊരു എക്സ്പെരിമെന്റ് ആയിട്ട് ബേക്കിംഗ്
ബേക്കിംഗ് സോഡയുടെ വിനെഗറിന്റെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അവിടെ വരുന്ന പുറത്തേക്ക് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് നമുക്ക് ബലൂൺ വരെ വീർപ്പിക്കാം അല്ലെ. ബലൂൺ വരെ വീർപ്പിക്കാൻ നമ്മളെ സഹായിക്കും ആ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. അപ്പൊ അത് മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ജസ്റ്റ് ഫോർ യുവർ ഇൻഫോർമേഷൻ. അപ്പൊ നോക്കിക്കേ മക്കളെ, വിനെഗർ എന്ന് പറയുന്ന നമ്മുടെ അസറ്റിക് ആസിഡും ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ്. നമ്മുടെ വിനെഗറിന് അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന പോലെ ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ നെയിം ആണ് എന്ത്? സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറയുന്നത്. അത് രണ്ടും കൂടെ റിയാക്ട് ചെയ്തപ്പോൾ വി ഗെറ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്ക് എന്ത് കിട്ടി മക്കളെ? യെസ്, വി ഗെറ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കിട്ടി, പ്ലസ് അതർ സബ്സ്റ്റൻസ്, മറ്റുള്ള കുറച്ച് സൈഡ് പ്രൊഡക്റ്റും കൂടെ നമുക്ക് കിട്ടി. അവിടെ മെയിൻ ആയിട്ട് ഉണ്ടായിട്ടുള്ള ആൾ ആരാണ്? യെസ്, ഇറ്റ് ഈസ് അവർ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടെ മെയിൻ ആയിട്ട് ഉണ്ടായത്. അപ്പൊ റിയാക്ഷൻ കൃത്യമായിട്ട് മനസ്സിലായോ? വിനെഗറും ബേക്കിംഗ് സോഡയും തമ്മിൽ റിയാക്ട് ചെയ്തപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ. ഇതാ ഇവിടെ ഒരു ടെസ്റ്റ് ട്യൂബില് നമ്മൾ വിനെഗറും ബേക്കിംഗ് സോഡയും തമ്മിൽ മിക്സ് ചെയ്തപ്പോൾ നമുക്കറിയാം അവിടെ എന്ത് ഗ്യാസ് ഉണ്ടായി? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടായി. ഇതായി ഉണ്ടായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന് നമ്മൾ നേരെ ലൈം വാട്ടറിലേക്ക് പാസ് ചെയ്യാണ്. ലൈം വാട്ടറിലേക്ക് നമ്മൾ ആ ഉണ്ടായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിന് ഇതാ ഇങ്ങനെ ഒരു ട്യൂബ് വഴി നമ്മൾ ഇതായി ലൈം വാട്ടറിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത്, ആ കാർബൺ ഡൈ ഓക്സൈഡിനെ ലൈം വാട്ടറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കേ. കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മുടെ CO2 എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ലൈം വാട്ടർ അഥവാ കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ് പറയാ, ലൈം വാട്ടറിലൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡും ലൈം വാട്ടറും കൂടെ ചേർന്ന് നമുക്ക് എന്ത് കിട്ടി? കാൽസ്യം കാർബണേറ്റും വാട്ടറും കിട്ടി. കാൽസ്യം കാർബണേറ്റ് CaCO3 വാട്ടറും കിട്ടി. എങ്ങനെയാണ് അവിടെ കാൽസ്യം കാർബണേറ്റ് ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ആ ലൈം വാട്ടർ എന്തായിട്ട് മാറും? മിൽക്കി ആയിട്ട് മാറും. എന്താണ് ലൈം വാട്ടർ മിൽക്കി ആയിട്ട് മാറുക എന്ന് പറഞ്ഞത്? അവിടെ നോക്കിക്കേ, ലൈം വാട്ടറിന്റെ കളറ് ഇങ്ങനെയായിരുന്നു. നമ്മൾ അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത സമയത്ത് ഇറ്റ് ടേൺസ് ഇൻ ടു മിൽക്കി. മിൽക്കി. എന്താണ് മിൽക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, പാല് പോലെ, പാലിന്റെ നിറത്തില്. പാലൊക്കെ നിങ്ങൾ എല്ലാവരും കുടിക്കുന്നതല്ലേ? പാൽ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ പാലിന്റെ നിറമായി മാറി. ലൈം വാട്ടർ ഏത് കളറായിട്ട് മാറി? യെസ്, മിൽക്കി ആയിട്ട് മാറി. അതാണ് നമ്മൾ ലൈം വാട്ടറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്തപ്പോൾ സംഭവിച്ചത്. ആ മിൽക്കി ആയിട്ട് മാറാൻ കാരണം എന്താണ്? അവിടെ ഉണ്ടായിട്ടുള്ളത് കാൽഷ്യം കാർബണേറ്റ് ആണ്. മനസ്സിലായോ? ഇവിടെ കൊടുത്തിട്ടുണ്ട് മിസ്. വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ ലൈം വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ ലൈം വാട്ടറിലൂടെ അഥവാ കാൽസ്യം ഹൈഡ്രോക്സൈഡിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് കാൽഷ്യം കാർബണേറ്റ് ഈസ് ഫോംഡ്. എന്താണ് അവിടെ ഉണ്ടാവുന്നത്? കാൽഷ്യം കാർബണേറ്റ് ആണ് ഉണ്ടാവുന്നത്. വിച്ച് മേക്സ് ലൈം വാട്ടർ മിൽക്കി. അത് നമ്മുടെ ലൈം വാട്ടറിനെ ഏത് കളറാക്കി മാറ്റും? അല്ലെങ്കിൽ എന്തുപോലെ ആക്കി മാറ്റും? മിൽക്കി ആക്കി മാറ്റും. അങ്ങനെ നമ്മുടെ ലൈം വാട്ടർ മിൽക്കി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉറപ്പിക്കാം? യെസ്, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് അതിലൂടെ പാസ് ചെയ്തത്, അല്ലെങ്കിൽ അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസ് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ്, ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കൂടിയാണ് ഇത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ടെസ്റ്റ് എന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ എവിടെയെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഗ്യാസിനെ ലൈം വാട്ടറിലൂടെ പാസ് ചെയ്യുക. ലൈം വാട്ടർ മിൽക്കി ആയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ആ ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇപ്പൊ നിങ്ങൾ ഇനി അടുത്ത ചാപ്റ്ററിൽ, നെക്സ്റ്റ് ചാപ്റ്ററിലൊക്കെ അപ്പൊ നിങ്ങൾ പഠിക്കും. ഇപ്പൊ നമ്മൾ റിലീസ് ചെയ്യുന്ന എയർ എന്ന് പറയുന്നത് അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലേ, അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലൈം വാട്ടറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ലൈം വാട്ടർ മിൽക്കി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉറപ്പിക്കാം? യെസ്, ഇറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലെങ്കിൽ അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ ഇതായിരുന്നു നമ്മുടെ കുഞ്ഞു റിയാക്ഷൻ. നമ്മുടെ വിനെഗറും ബേക്കിംഗ് സോഡയും തമ്മിലുള്ള കുഞ്ഞു റിയാക്ഷൻ ഇതായിരുന്നു. നമ്മുടെ വിനെഗറും ബേക്കിംഗ് സോഡയും തമ്മിൽ റിയാക്ട് ചെയ്തപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടായി. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ നമ്മൾ ലൈം വാട്ടറിലൂടെ പാസ് ചെയ്തപ്പോൾ ലൈം വാട്ടർ മിൽക്കി ആയിട്ട് മാറി, അഥവാ അവിടെ കാൽഷ്യം കാർബണേറ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ എന്ത് ചെയ്യുക? എല്ലാവരും കൃത്യമായിട്ട് തന്നെ ഓർത്ത് വെക്കുക. എന്താണ് റിയാക്ഷൻ എന്നുള്ള റിയാക്ഷൻസ് ഒക്കെ ഇതുപോലെ റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി തന്നെ പഠിക്കുക. എഴുതി പഠിക്കുക. റിയാക്ഷൻസ് നമുക്ക് എഴുതിയിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ റിയാക്ഷൻസ് ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള അടിപൊളി റിയാക്ഷൻസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.